ഹലോ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഹിന്ദിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് അതിൽ നിന്നായിരിക്കും ഒരു 5 ക്വസ്റ്റ്യൻ അല്ലേ. അത് വളരെ സിമ്പിളായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. അപ്പോൾ അതിലത്തെ വേർഡ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലെ ഉത്തരം കണ്ടെത്താൻ പറ്റും അല്ലേ. ചില വാക്കുകൾ അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കരടിയുടെ കഥയാണ് തന്നിട്ടുള്ളത്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കാം. अरुण और वरुण जंगल से गुजर रहे थे. अचानक एक भालू आ गया. अरुण तुरंत पेड़ पर चढ़ गया. वरुण ने ज़मीन पर लेटकर सांस रोक ली. भालू ने उसे सूंघा और चला गया. पेड़ से उतरकर अरुण ने पूछा, भालू ने तुम्हारे कान में क्या कहा? वरुण ने जवाब दिया, सच्चा दोस्त कभी अकेला न छोड़ता. ഓക്കെ, അപ്പോൾ കരടി വന്നു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഓടിക്കയറി അല്ലേ, മരത്തിൽ ഓടിക്കയറി. മറ്റേ ആൾ താഴെ തന്നെ നിന്നു. എന്നിട്ട് കരടി വന്നിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് താഴെയുള്ള ആളെ ഒന്ന് മണത്ത് നോക്കിയിട്ട് പോയി. അപ്പോൾ മുകളിൽ കയറിയ ആൾ തിരിച്ച് വന്നിട്ട് ചോദിക്കുക, കരടി നിൻ്റെ ചെവിയിൽ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണല്ലേ. നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ ഓർ വരുൺ കഹാസെ ഗുജർ രഹേ തേ. എവിടെയാണ്? ജംഗിളിലാണല്ലേ. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ തന്നെ ഉണ്ട്, ആദ്യത്തെ വരി തന്നെ ഉണ്ട് ആൻസർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അച്ചാനക് കോൻ ആകയ. ആരാണ് വന്നത്? ബാലു ആണ് വന്നത് അല്ലേ. കരടി വന്നു. ഓക്കെ, ബാലുക്കോ ദേക്കർ കിസിനെ പേട് പർ ചढ़ गया. കരടീനെ കണ്ടതും ആരാണ് ഓടി മരത്തിൽ കയറിയത്? ആരാണ്? അരുണാണോ വരുണാണോ? ഇതാ ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം, അരുൺ തുരന്ത് പേട് പർ ചढ़ गया എന്നുള്ള വരി ഇവിടെ കണ്ടില്ലേ. യെസ്, അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം ആരാണ്? അരുണാണ്. അയ്യോ സോറി, എവിടെ നമ്മുടെ അരുൺ? യെസ്, അരുണാണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലുക്കോ ദേക്കർ വരുണിനെ ക്യാ കിയ. വരുൺ എന്താ ചെയ്തത് ബാലുവിനെ കണ്ടപ്പോൾ? ഇതാ ജമീൻ പർ ലോട്ട അല്ലേ, താഴെ കിടന്നു അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. ഇതിലേതാ ശരിയായിട്ടുള്ളത്? നമുക്കറിയാം, സച്ചാ ദോസ്ത് അക്കേല എന്ന ചോർത്ത അല്ലേ. നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല അല്ലേ, ഇട്ടിട്ട് പോവില്ല. യെസ്, ഇതും നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ തന്നിട്ടുള്ള വരിയാണ്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇത് സിമ്പിളാണ്. ആദ്യത്തെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നോക്കിയിട്ട് നമ്മളോട് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും വളരെ സിമ്പിളാണ്. ജനത് കെ ബച്ചെ സിനിമ പ്രദർശിനി കാ ഉദ്ഘാടൻ കോൻ കരേഗ. ഇതിലെ ഉദ്ഘാടനം, ഈ നോട്ടീസ് വായിച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇതിലെ ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത്? പഞ്ചായത്ത് അധ്യക്ഷയാണ് അല്ലേ. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതും ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഉദ്ഘാടൻ അല്ലേ, ഇതാ ഇവിടെ ഉദ്ഘാടൻ ആരാണ്? പഞ്ചായത്ത് അധ്യക്ഷയാണ് അല്ലേ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സൂചനാओं के आधार पर സിനിമ പ്രദർശിനി കാ ഉദ്ഘാടൻ സംബന്ധി ഉദ്ഘോഷണ തയ്യാർ കരോ. അപ്പം നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു വിളംബരം തയ്യാറാക്കാനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണം? ഒരു ഹെഡിങ്, പിന്നെ നമ്മൾ എഴുതുന്ന ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് എഴുതാം അല്ലേ. പിന്നെ നമ്മൾ എഴുതുന്ന സാധനം ഇതായിട്ട് ബന്ധമുള്ളതാണോ നോക്കണം. അതായത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലാവണം അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഹെഡിങ്ങൊക്കെ കൊടുത്തിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. ഒരു കവിത തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. നയേ വർഷമേ നയേ ഫസൽ കെ ദേഖ് ഉൻകാ അൻകാ ലഗ് ജാത്താ ഹേ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ की नहीं राव की नहीं रंग की नहीं किसी की ധർത്തി ഹേ കേവൽ കിസാൻ കി. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. രാജാ കെ ലിയെ സമാൻ അർത്ഥ വാലെ ശബ്ദ കവിത സെ ചുൻകർ ലിഖോ. രാജ എന്ന് പറഞ്ഞതിൻ്റെ അതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് ഈ കവിതയിലുണ്ട്. അതേതാണ്? അത് രാവാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, രാവാണ്. ഇനി അടുത്തത് കവിതാംശിക
ആശയിലേക്കും. അപ്പോൾ ഈ കവിതേൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം. നയേ വർഷമേ നയേ ഫസൽ, ഇത് വായിച്ച് നോക്കിയാൽ അറിയാം, പുതുവർഷത്തിൽ പുതുവിള അല്ലേ. അതുപോലെ പറയുന്നുണ്ട് ഈ ധർത്തി, ഭൂമി എന്ന് പറയുന്നത് രാജാവിൻ്റെ അല്ല, വേറെ ആരതും അല്ല, അത് ആരതാണ്, കർഷകൻ്റെത് മാത്രമാണ് അല്ലേ. ഇത് കൃഷിയെ കുറിച്ചിട്ടുള്ളൊരു കവിതയാണ്. കർഷകനാണ് എല്ലാത്തിൻ്റെയും അധികാരി, ഭൂമിയുടെ അധികാരി കർഷകനാണെന്നാണ് പറയുന്നത് അല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതിൻ്റെ ആശയം എഴുതുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ കർഷകനുണ്ട്, അതുപോലെ തന്നെ നയേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ, അങ്ങനെ അങ്ങനെ ഓരോ വാക്കുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നയേ വർഷമേ നയേ ഫസൽ കെ, പുതുവർഷത്തിൽ പുതിയ വിള അല്ലേ. യെസ്. അപ്പോൾ യേ ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി എന്ന് പറയുന്നത് ആരതാണ്, അത് കർഷകൻ്റെയാണ്. ഓക്കെ. നഹി രാവ് കി, നഹി രംഗ് കി, നഹി കിസി കി, ആരതല്ല, നഹി കിസി കി, ധർത്തി ഹേ കേവൽ കിസാൻ കി. ഈ ഭൂമി എന്ന് പറയുന്നത് അത് കിസാൻ്റെത് മാത്രമാണ്, കർഷകൻ്റെത് മാത്രമാണ്. അപ്പോൾ അത് ഒരു വിളയെയും കർഷകനൊക്കെ കുറിച്ചിട്ടുള്ളൊരു കവിതയാണെന്ന് പറഞ്ഞിട്ട് വേണം നമ്മളത് എഴുതാൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തതൊരു വാർത്താലാപമാണ്. ഇവിടെ നമുക്കൊരു കോളം കൊടുത്തിട്ടുണ്ട് നിമ്മിയുടെ അല്ലേ. നിമ്മിക്ക കൽ ബർത്ത്ഡേ ഹേ, വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ്, ബഹുത് സുന്ദർ था, उस पर लिखा था तुम जियो हज़ारों साल साल के दिन हो 50,000 है. ये किसी कविता हुई, वह नाना के पास दौड़ी. ഓക്കെ. അപ്പം ബർത്ത്ഡേ കിസ്കാ ഹേ, കിസ്കാ താ, ആരതാണ് ബർത്ത്ഡേ, നിമ്മീൻ്റെയാണ് അല്ലേ. യെസ്. ഇതും ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഇനി അടുത്തത് എന്താണ്, അടുത്ത ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിലും എന്താണ് എഴുതേണ്ടതെന്ന് ഇവരിവിടെ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളൊന്ന് അത് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നിമ്മി ചെല്ലുന്നു, എന്നിട്ട് പറയുന്നുണ്ട് നാനാജി ഈ കോയി ദിക്കിയെ, നോക്കാൻ വേണ്ടി പറയാം, ഈ കാർഡ് ദേക്കിയേ അല്ലേ, ഈ കാർഡ് നോക്കൂ. ഹാ ദിക്കാവോ ബേട്ടി, ആ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയും, എന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻ പങ്ക്തിയോ ക്യാ അർത്ഥ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണ്, കോയി ഇത്തിനെ സാൽ ജീത്തായി, ആരാണ് ഇത്ര വർഷം ജീവിക്കുക എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ എന്താണ് പറയുക, അപ്പോൾ മുത്തശ്ശൻ എന്ത് പറയും, നെഹീം ബേട്ടി യേ ഏക് ദുആ ഹേ, അപ്പോൾ പറയും അല്ല, ഇതൊരു ദുആ ആണ്, ഇതൊരു പ്രാർത്ഥനയാണ് എന്ന് പറയും. അപ്പോൾ നിമ്മി ചോദിക്കും ദുആ മത്ലബ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കും ദാ മത്ലബ് ഹേ ഹം ഏസാ കാം കരോങ്കി ദുനിയ ഹമേശ യാദ് രഹേ അല്ലേ. നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളെ ലോകം ഓർത്ത് വെക്കുന്നത് എന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നതെന്നും കൂടി കാണിച്ചു തരാം. എവിടേക്കാണ് എഴുതാൻ വേണ്ടത്, ആദ്യം നിമ്മി പറയും ഇതാ ഇവിടെ ഈ പോയിൻ്റ് ഇവിടെ അല്ലേ. ഒരു മിനിറ്റ്. യെസ്. അപ്പം ഇൻ പങ്ക്തിയോ കാ ദാ അർത്ഥ ക്യാ അർത്ഥ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഇത്രയും വർഷം ആരാ ജീവിക്കാന്ന് ചോദിക്കും. അപ്പം നാനാജി എന്ത് പറയും, നാനാജി പറയും നെഹി ബേട്ടി യേ ഏക് ദുആ ഹേ, ഇതൊരു ദുവയാണെന്ന് പറയും. അപ്പം നിമ്മി ചോദിക്കും ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും അല്ലേ. നിമ്മി ചോദിക്കും ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അപ്പം നാനാജി പറയും അതിൻ്റെ അർത്ഥം മത്ലബ് ഹേ ഹം ഏസാ കാം കരേങ്കി ദുനിയ ഹമേശ യാദ് രഖേം. ഓക്കെ. അപ്പോൾ ഈ ഓർഡറിൽ വേണം ഇത് എഴുതാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ മറ്റൊരു കഥയിലെ ഭാഗങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാ കഥയും വായിച്ചൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. അടുത്ത ഗതിവിധി നോക്കാം, അഞ്ചാമത്തത് അല്ലേ. ഇതുപോലെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ, മാനവ് കെ ലിയേ ഗദ് ഘണ്ട് മേ ദിയേ ശബ്ദ് കോൺ സാ ഹേ. ഈ മാനവ് എന്നുള്ളതിൻ്റെ വേറൊരു അർത്ഥം എന്താണ് ഈ ഖണ്ഡികയിൽ തന്നിട്ടുള്ളതെന്ന് അല്ലേ. അപ്പോൾ മാനവ് നമുക്കറിയാം, മാനവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസാൻ എന്ന് പറയും അല്ലേ, മനുഷ്യനെ ഇൻസാൻ എന്ന് പറയും. ഓക്കെ. മാനവും ഇൻസാനും സെയിം ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താ, പ്രേം കെ സീവ ഓർ കുച്ച് നഹി ഇസ് പ്രസ്താവ് പർ ലഘുലേഖ് തയ്യാർ കരോ. അപ്പോൾ നമ്മളോടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എന്താണ് ടോപ്പിക്, എന്താണ്, സ്നേഹമില്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് അല്ലേ. പ്രേം കെ സീവ ഓർ കുച്ച് നഹി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ ആണല്ലോ, അത് സിമ്പിളല്ലേ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാത്തിയുടെ ചാപ്റ്റർ നല്ല കുറച്ച് ഫോട്ടോസ് തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താണ് ഇവിടെ ഓർഡറിലാക്കി ഇതാ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാനാണ്, ഇത് ഓരോ കറക്റ്റ് ഫോട്ടോയ്ക്ക് അനുസരിച്ചിട്ടുള്ള
വേർഡ്സ് എഴുതാനാണ് അല്ലേ. ഈ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ട് അല്ലേ. ചിലപ്പോൾ ഹാത്തിയുടെ പാഠത്തു നിന്നായിരിക്കും ഇങ്ങനെ തരിക, ചിലപ്പോൾ വേറെ ചാപ്റ്ററിൽ നിന്നായിരിക്കും തരിക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓർഡറാക്കി കൊടുക്കാം. ഇതാദ്യം ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾ കേട്ടോ. ഉചിത് വായിക്ക് ചുൻകർ ലിഖോ. അപ്പോൾ ഒന്ന് മിനിമൈസ് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ആദ്യത്തെ എന്താണ്, ആന ഇങ്ങനെ വഴി കൂടെ പോവുകയാണല്ലേ. ഹാത്തിനി ദോ ബച്ചോं के साथ सड़क पर कर रहे हैं. അതായത് ആന ഇങ്ങനെ റോഡിലൂടെ പോവുകയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേത് ഇത് വരും കേട്ടോ. ഇനിയോ അടുത്തത് എന്താ, ഹാത്തിനി ചോട്ട് ബച്ചേക്കോ പീछे से धकेलकर डिवाइडर पर करने की സഹായത करती है. കുട്ടീനെ എന്താണ് ഈ റോഡ് ഇവിടെ മുറിച്ച് കിടക്കാൻ വേണ്ടി ഡിവൈഡറിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ഡിവൈഡറിൻ്റെ മുകളിൽ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ആന പുറകിൽ നിന്ന് തള്ളി കൊടുക്കുന്നുണ്ട് അല്ലേ, കുട്ടീനെ ഇങ്ങോട്ട് കടത്താൻ വേണ്ടിയിട്ട്. അടുത്തത് എന്താ, അടുത്തത് ഹാത്തിനി ഓർ ബഡാ ബച്ച ഡിവൈഡർ പാർ കർക്കെ ജാത്ത ഹെ. അപ്പം ഈ ആനക്കുട്ടി അവിടെ തന്നെ ഉണ്ട്, മറ്റേ ആനയും എന്താ ചെയ്തു, ഡിവൈഡർ ക്രോസ് ചെയ്തു അല്ലേ. യെസ്. എന്നിട്ടോ ഇനി ലാസ്റ്റത്തത് എന്താണ്, ഇവിടെ എഴുതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ആന റോഡിലൂടെ നടന്നു വരുന്നു, പിന്നെ എന്താണ് ഈ കുഞ്ഞിനാനെ ഡിവൈഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ആന പുറകിൽ നിന്ന് പുഷ് ചെയ്ത് സഹായിക്കുന്നു അല്ലേ, തള്ളി സഹായിക്കുന്നുണ്ട്. പിന്നെ ആന ക്രോസ് ചെയ്യുന്നു, എന്നിട്ട് ആന കാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇത്രയും കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ വായിച്ച് നോക്കണേ, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പം ഹാത്തിനി ചോട്ട് ബച്ചേക്കോ പീछे से धकेलकर डिवाइडर पर करने की സഹായത करती है. അപ്പോൾ എന്താണ്, ഡിവൈഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇതാണ് അല്ലേ. യെസ്. അടുത്തത് വായിച്ചു നോക്കാം. ഹാത്തിനി ദോ ബച്ചേ കെ സാത്ത് സഡക് പാർ കർ രഹാ ഹെ. അപ്പോൾ എന്താണ്, രണ്ട് കുട്ടികളുടെ കൂടെ റോഡ് ക്രോസ് ചെയ്യാണ്. അതേതാണ്, അതിൻ്റെ ചിത്രം നോക്കുക. അത് ആദ്യത്തേതാണ് അല്ലേ, ക്രോസ് ചെയ്യാണ് അല്ലേ, ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇതിവിടെ വരും, ഇതിവിടെ വരും അല്ലേ, ആന ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തത് വായിച്ചു നോക്കാം. ഹാത്തിനി അപ്നെ ബച്ചേക്ക് സാത്ത് ജംഗിൾ ജാത്തി ഹെ. കാട്ടിക്കൂടെ പോകുന്നത് ഏതാ, ഹാത്തിനി ആന എന്താണ്, ആനമ്മ ആനയുടെ കുട്ടികളെ കൂടെ കാട്ടിലേക്ക് പോകുന്നു. അത് ലാസ്റ്റത്തെയാണ് അല്ലേ. ഇനി എന്താണ് അടുത്തത്, എന്താ, ഹാത്തിനി ഓർ ബഡാ ബച്ച ഡിവൈഡർ പാർ കർക്കെ ജാത്തെ ഹെ. വലിയ ആനയും അതുപോലെ തന്നെ അമ്മയാനയും കൂടി ഡിവൈഡർ ക്രോസ് ചെയ്തു. അത് എപ്പുറത്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, 2, 1, 4, 3 അല്ലേ. ഈ താഴെയുള്ളതാട്ടോ പറയുന്നത്. ഇത് ഈ ക്രോസ് ചെയ്ത് ഈ വര വെച്ച് നിങ്ങളത് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളല്ലേ. യെസ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചിത്രം തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ചിത്ര ദേക്കോ സൂചന പട്ട് കെ ലിയേ വാക്യ തയ്യാർ കരോ. ഈ ചിത്രം നോക്കിയിട്ട് നമ്മളോട് എന്താണ്, ഒരു വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം തന്നെ തരണം എന്നില്ല, മറ്റ് ചിത്രങ്ങളായിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് നമ്മൾ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുക്കരുതെന്ന് പറയും. കുരങ്ങന്മാർക്കൊന്നും ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഒന്നും എറിഞ്ഞ് കൊടുക്കരുതെന്ന് പറയും കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളൊന്നും വലിച്ചെറിയാൻ പാടില്ല. ഇവിടെ ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യരുതൊരിക്കലും. അതെന്താ, അവരെ ഭക്ഷണം ഏറെ തേടി പിടിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് നമ്മൾ അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുകയല്ല, അവരുടെ ഒരു കഴിവിനെ നമ്മൾ നശിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.